വെൽക്കം ടു ജോളിസ് കുലീന. ഇന്ന് ഞാൻ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റാം, ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ടൊമാറ്റോ സോസ്. അപ്പോൾ അത് ടൊമാറ്റോ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ടൊമാറ്റോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ച് അതിൻ്റെ പൾപ്പ് എടുക്കണം. അപ്പോൾ ടൊമാറ്റോയുടെ ജ്യൂസ് നന്നായിട്ട് വെന്തു അത് തണുക്കുകയും ചെയ്തു. അതിലേക്ക് ഒരു 3 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടെ മിക്സിയിലോട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ടൊമാറ്റോയും ഗ്രാമ്പും പട്ടയും മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് അരിച്ചെടുക്കാം. നല്ല അരിപ്പയിലോട്ടിട്ടത് ഇത് അരിച്ചെടുക്കണം, മുഴുവൻ അരിച്ചെടുക്കണം. അപ്പോൾ ഇത് മുഴുവൻ അരിച്ചു മാറ്റി. ഇതിപ്പോൾ ടൊമാറ്റോയുടെ പൾപ്പ് മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, അത് ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ്, ഒരു 3 ടീസ്പൂൺ പഞ്ചസാര, ഒരു 2 ടീസ്പൂൺ വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ മിക്സ് എല്ലാം കൂടെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളകി കൊടുക്കാം. ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് സാധിക്കും. കുറച്ച് കളർ കുറവാണെങ്കിലും ഇതിൽ നമ്മൾ വേറെ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതുള്ള ടൊമാറ്റോയുടെയൊക്കെ കളർ തന്നെയാണ്. പിന്നെ നിറത്തിന് വേണ്ടിയിട്ടും എരി കുറവിന് വേണ്ടിയിട്ട് കാശ്മീർ ചില്ലി കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. കുറച്ചൊന്ന് കുറുവി കിട്ടണം, അതുവരെ ഒന്ന് ഇളകി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 1/4 കിലോയോളം ടൊമാറ്റോയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 3 ടീസ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ വിനാഗിരി, ഇത്രയാണ് നമ്മളിതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു 10-15 മിനിറ്റെങ്കിലും എടുക്കും ഇതൊന്ന് ശരിയായി വരാനായിട്ട്. ഒരു 25 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് ശരിയായി വരാനായിട്ട്. ഇത് നമ്മളെപ്പോഴും ഇളകി കൊടുക്കുമ്പോൾ കൈനീളമുള്ളൊരു സ്പൂൺ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഗ്രേവി ഇങ്ങനെ തിളച്ചിട്ട് പുറത്തേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈനീളമുള്ളൊരു സ്പൂണാണ് ഉപയോഗിക്കേണ്ടത്. 25 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തണുത്ത ശേഷം ഉപയോഗിച്ച് തുടങ്ങാം. ഇങ്ങനെ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ.
ഓക്കേ.